നമസ്കാരം. വിഷ്വൽ PSC അക്കാഡമിയുടെ ഓഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 8057 റിവോൾട്ടാണ്. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും LD ക്ലർക്ക് പോലെയുള്ള പരീക്ഷകൾക്കും 2 അതോ 3 മാർക്കിനും സ്ഥിരമായി ചോദിക്കുന്ന ഒരു മേഖലയാണ് 8057 റിവോൾട്ട് അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരം. 50ഓളം പോയിന്റുകൾ മാത്രം പഠിച്ചാൽ ഈ മാർക്കുകൾ നമ്മൾക്ക് നേടാമെന്നൊരു മേഖലയാണ് 8057 റിവോൾട്ട്. ആയതിനാൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഉദ്യോഗാർത്ഥികൾ ഇത് പഠിക്കേണ്ടതാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നതാണ് 1857 വിപ്ലവം. ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് 10th മെയ് 1857 ആണ്. ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്താണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ഇതിന് കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കുന്ന ഒരു പോയിന്റാണ് 10th മെയ് നാഷണൽ ലിപ്പിഡ് ഡേ. നാഷണൽ ലിപ്പിഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത് 10th മെയ് ആണ്. അത് ഈ പോർഷനിൽ വരുന്നതല്ല, എങ്കിലും ഒരു അഡീഷണൽ പോയിന്റാണ്. ഇനി 1857 റിവോൾട്ടിന്റെ കാരണം, ഇമീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഗ്രീസ്ഡ് കാട്രിഡ്ജ് ഇൻ റോയൽ എൻഫീൽഡ് റൈഫിൾ. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ ഗവർണർ ജനറലിന്റെ പേര് ലോർഡ് കാനിങ്. നമുക്കറിയാം 1856 മുതൽ 1861 വരെയായിരുന്നു ലോർഡ് കാനിങ്ങിന്റെ സമയം. അപ്പോൾ 8057 റിവോൾട്ട് നടന്ന സമയത്ത് ഗവർണർ ജനറൽ ലോർഡ് കാനിങ് ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി സ്ഥിരമായി PSC ചോദിക്കുന്ന ചോദ്യം, ആദ്യത്തെ രക്തസാക്ഷി, ഫസ്റ്റ് മാർട്ടിയർ ഓഫ് 8057 റിവോൾട്ട്, മംഗൾ പാണ്ഡെ. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയത്. അപ്പോൾ ഈ പോയിന്റിൻ്റെ കൂടെ പഠിക്കേണ്ട 2 പോയിന്റുകളുണ്ട്. പ്രിൻസ് ഓഫ് മാർട്ടിയേഴ്സ് എന്നും പ്രിൻസ് ഓഫ് പാട്രിയോട്ട്സ് എന്നും അറിയപ്പെടുന്ന 2 സ്വാതന്ത്ര്യ സമര സേനാനികൾ PSC സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. പ്രിൻസ് ഓഫ് മാർട്ടിയേഴ്സ് ഭഗത് സിംഗും പ്രിൻസ് ഓഫ് പാട്രിയോട്ട്സ് സുഭാഷ് ചന്ദ്രബോസുമാണ്. നമുക്ക് പ്രിൻസ് ഓഫ് മാർട്ടിയർ എന്ന് കേൾക്കുമ്പോൾ മംഗൾ പാണ്ഡെ എന്ന് പറയാനൊരു ടെൻഡൻസി തോന്നും. എന്നാൽ ഉത്തരം പ്രിൻസ് ഓഫ് മാർട്ടിയേഴ്സ് ഭഗത് സിംഗ് ആണ്. അടുത്ത പോയിന്റ്, മംഗൾ പാണ്ഡെ 34th ബംഗാൾ ഇൻഫൻട്രിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. മംഗൾ പാണ്ഡെ വാസ് എ സിപ്പോയ് ഓഫ് 34th ബംഗാൾ ഇൻഫൻട്രി. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റാണ് 34th ബംഗാൾ ഇൻഫൻട്രി. ഇനി നമുക്ക് ഇത്രയും പോയിന്റ് ഒന്ന് റിവൈസ് ചെയ്യാം. 10 മെയ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 10th മെയ്യുടെ പ്രത്യേകത എന്താണ്? നാഷണൽ ലിപ്പിഡ് ഡേ. ആ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്നു ലോർഡ് കാനിങ്. 1856 മുതൽ 1861 വരെയായിരുന്നു ലോർഡ് കാനിങ്ങിൻ്റെ സമയം. ഫസ്റ്റ് മാർട്ടിയർ ഓഫ് 8057 റിവോൾട്ട്, മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റാണ് 34th ബംഗാൾ ഇൻഫൻട്രി. ഫസ്റ്റ് വിമൺ മാർട്ടിയർ ഇൻ ഇന്ത്യ. ഇത് PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വിമൺ മാർട്ടിയർ ഇൻ ഇന്ത്യ പ്രീതി ലതാ വഡേദ്കർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമൻ മാർട്ടിയർ. 1857 റിവോൾട്ടിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര്? 1857 ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്ത് എന്നാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര്. 1857 റിവോൾട്ടിൽ നമ്മൾ ഝാൻസി റാണിയാണ് അടുത്ത ടോപ്പിക്കായി നോക്കുന്നത്. മംഗൾ പാണ്ഡെയ്ക്ക് ശേഷം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും അധികം കേൾക്കുന്ന പേരാണ് ഝാൻസി റാണി. ഝാൻസി റാണി PSCയുടെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക. മനു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ധീരവിപ്ലവകാരിയും ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ ദത്തുപുത്രൻ ദാമോദർ റാവു. ഝാൻസി റാണിയെ 2 വിശേഷണങ്ങളുണ്ട്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് സർ ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചു. അപ്പോൾ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവും വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് സർ ഹ്യൂഗ് റോസ് ആണ്. 1858 ജൂൺ 18 ആണ് ഝാൻസി റാണിയെ വധിച്ചത്. 1858 ജൂൺ 18
ജോൺ ഓഫ് ആർക്ക് ഓഫ് 1857 റിവോൾട്ട് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. അപ്പോൾ ഝാൻസി റാണി മരിച്ച തീയതി ജൂൺ 18, 1858. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ പോർഷനാണ് മെയിൻ സെൻറ്റേഴ്സ് ആൻഡ് ദെയർ ലീഡേഴ്സ്. സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലവും അവിടുത്തെ നേതാക്കളും. ഒന്നാമത് ഡൽഹി. ഡൽഹിയിൽ റിവോൾട്ട് നയിച്ചത് ജനറൽ ബഖ്ത് ഖാൻ. ഝാൻസി, ഗ്വാളിയർ ഇവിടെ രണ്ടിടത്തും നയിച്ചത് ഝാൻസി റാണി. ബീഹാർ, ജഗദീഷ്പൂർ, ആര ഈ 3 സ്ഥലത്തും റിവോൾട്ട് നയിച്ചത് കൻവർ സിംഗ്. അപ്പോൾ ഡൽഹി ജനറൽ ബഖ്ത് ഖാൻ, ഝാൻസി, ഗ്വാളിയർ ഝാൻസി റാണി അഥവാ റാണി ലക്ഷ്മിഭായ്, ബീഹാർ, ജഗദീഷ്പൂർ, ആര ഈ 3 സ്ഥലത്തും കൻവർ സിംഗ്. അടുത്തത് ലക്നൗ, ഔധ്, ആഗ്ര ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ, ഔധ്, ആഗ്ര ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂർ, നാനാ സാഹിബ്. PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കാൺപൂർ, നാനാ സാഹിബ്. മീററ്റ്, ഖേദം സിംഗ്. മധുര, ദേവി സിംഗ്. മീററ്റ്, ഖേദം സിംഗ്, മധുര, ദേവി സിംഗ്. ഫൈസാബാദ്, മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ്, മൗലവി അഹമ്മദുള്ള. ബറാത്ത് പർഗാന ഈയിടെ നടന്ന PSC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ബറാത്ത് പർഗാന. അവിടെ നയിച്ചത് ഷാമാൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഡൽഹി ജനറൽ ബഖ്ത് ഖാൻ, ബീഹാർ ജഗദീഷ്പൂർ, ആര കൻവർ സിംഗ്, ഝാൻസി, ഗ്വാളിയർ ഝാൻസി റാണി അഥവാ റാണി ലക്ഷ്മിഭായ്, ലക്നൗ, ഔധ്, ആഗ്ര ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ, നാനാ സാഹിബ്, ഫൈസാബാദ്, മൗലവി അഹമ്മദുള്ള, ബറാത്ത് പർഗാന ഷാമാൽ, മീററ്റ്, ഖേദം സിംഗ്, മധുര, ദേവി സിംഗ്. 1857 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിശേഷണങ്ങൾ. 1857 റിവോൾട്ടിനെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അഥവാ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ. ഇത് PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ്. നെയ്തർ ഫസ്റ്റ് നോർ നാഷണൽ നോർ എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ചത് RC മജുംദാർ. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജുംദാർ. സിപ്പോയ് മ്യൂട്ടണി എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ്, ജോൺ സീലി. സിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ്, ജോൺ സീലി. അപ്പോൾ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ. നെയ്തർ ഫസ്റ്റ് നോർ നാഷണൽ നോർ എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ചത് RC മജുംദാർ. സിപ്പോയ് മ്യൂട്ടണി എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ്, ജോൺ സീലി. കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ സിവിലൈസേഷൻ ആൻഡ് ബാർബറിസം എന്ന് അഭിപ്രായപ്പെട്ടത് TR ഹോംസ്. എ നാഷണൽ അപ്രൈസിംഗ് എന്ന് അഭിപ്രായപ്പെട്ടത് ബെഞ്ചമിൻ ഡിസ്രേലി. എ നാഷണൽ അപ്രൈസിംഗ്, ബെഞ്ചമിൻ ഡിസ്രേലി. 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി കാറൽ മാർക്സ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം അഥവാ ഇന്റേണൽ റെബല്യൻ എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരി. അപ്പോൾ 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി കാറൽ മാർക്സും 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം അഥവാ ഇന്റേണൽ റിബല്യൻ എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയും ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന ബുക്ക് രചിച്ചത് താരാചന്ദ്. 1857 ദി ഗ്രേറ്റ് റെബല്യൻ എന്ന ബുക്ക് രചിച്ചത് അശോക് മേത്ത. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന ബുക്ക് രചിച്ചത് താരാചന്ദ്. 1857 ദി ഗ്രേറ്റ് റെബല്യൻ എന്ന ബുക്ക് രചിച്ചത് അശോക് മേത്ത. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ 1857 റിവോൾട്ട് എന്നതിലെ 90% പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇത് വളരെ ചുരുക്കി തന്നിരിക്കുന്ന ഒരു നോട്ടാണ്. മാക്സിമം ഇത്രയും പോയിന്റും പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകണം. കാരണം ഉറപ്പായിട്ടും ഇതിൽ നിന്ന് 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. നിങ്ങൾക്ക് ഏവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ്